അമേരിക്കയുടെ സ്വർണ്ണശേഖരത്തിന്റെ കലവറ തുറക്കുന്നു. ലോകത്തിന്റെ തന്നെ ഏറ്റവും സമ്പന്നതയിലുള്ള അമേരിക്കയുടെ ഗോൾഡ് ശേഖരത്തിന്റെ കലവറയാണ് തുറക്കാൻ പോകുന്നത്. ഒട്ടും ലാഘടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ അഫ്സൽ സ്പീക്കിംഗ്. ലെറ്റ്സ് ഗോ. ലോക ജനതയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്തായി നമ്മൾ കേട്ടത്. അമേരിക്കയുടെ ഗോൾഡ് നിക്ഷേപത്തിന്റെ നിലവറ തുറക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരമായ ഫോർട്ട് നോക്സിനെ കുറിച്ചാണ്. 147.3 മില്യൺ ഔൺസ് വരുന്ന സ്വർണമാണ് അമേരിക്കയുടെ ഫോർട്ട് നോക്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ കെൻഡക്കി എന്ന സ്ഥലത്താണ് ഫോർട്ട് നോക്സ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ സർക്കാരിന്റെ മൊത്തം സ്വർണ്ണശേഖരത്തിന്റെ പകുതിയിലധികം തന്നെയും ഇവിടെയാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള സ്വർണത്തിന് $425 ബില്യൺ വരുമെന്നാണ് വിലയിരുത്തുന്നത്. അതായത് ഇന്ത്യൻ മണി കണക്ക് കൂട്ടുകയാണെങ്കിൽ 37 ലക്ഷം കോടിയുടെ സ്വർണം. 1937 സ്വർണം അവിടെ സൂക്ഷിക്കുമ്പോൾ ഉള്ള കണക്കാണിത്. നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ കരുതൽ ശേഖരങ്ങളാണ്. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും കരുതൽ ശേഖരമുണ്ട്. കരുതൽ ശേഖരമില്ലാത്ത രാജ്യങ്ങളും ഉണ്ട്. നമ്മളിവിടെ 147.3 ബില്യൺ ഔൺസ് എന്ന് പറയുന്നത് അമേരിക്കയിൽ സ്വർണം ഔൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഔൺസ് എന്ന് പറയുമ്പോൾ 28.35 ഗ്രാം സ്വർണമാണ് കണക്കാക്കുന്നത്. ഈ ഒരു അളവിന് അവിടുത്തെ ഇപ്പോഴത്തെ വില $2,910 ആണ്. ഏകദേശം ഇന്ത്യൻ മണി കണക്ക് കൂട്ടുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ. 1937 $42.22 ഉള്ളപ്പോൾ അവിടെ സ്വർണം വെക്കുമ്പോഴുള്ള കണക്കാണ്. എന്നാൽ ഇപ്പോൾ ഒരു ഔൺസ് സ്വർണത്തിന് 2,910 രൂപ വില വരുമ്പോൾ ഈ 37 ലക്ഷം രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എത്ര രൂപ വർദ്ധിച്ചിട്ടുണ്ടാവും? അമേരിക്കയുടെ വിദേശ നാണ്യ നിക്ഷേപത്തിന്റെ 78% സ്വർണ്ണ നിക്ഷേപമാണ്. അത്രത്തോളം ആസ്തിയുള്ള കലവറയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടേക്ക് പോകുന്ന കൂട്ടത്തിൽ ട്രംപിനൊപ്പം എലോൺ മസ്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്രയും സ്വർണം അവിടെ ഉണ്ടോ എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പരന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു തീരുമാനം. കഴിഞ്ഞ 51 വർഷമായി ഈ നിലവറ തുറന്നിട്ടില്ല. മാത്രമല്ല ഇത് തുറക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളുമുണ്ട്. ഈ നിലവറയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിനും അവിടുത്തെ മേലുദ്യോഗസ്ഥർക്കുമല്ലാതെ പുറത്തുനിന്ന് ആർക്കും പ്രവേശനവുമില്ല. ഇത്രത്തോളം കാലമായി മാറി മാറി പലരും അമേരിക്കയുടെ പ്രസിഡന്റായി വന്നുവെങ്കിലും 51 വർഷമായി ആരും ഇത് തുറന്ന് പരിശോധിക്കുകയോ ഓഡിറ്റ് ചെയ്യാനോ താല്പര്യം കാണിച്ചിരുന്നില്ല. 1974 ഇത് തുറന്ന് പരിശോധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴും വളരെ കൃത്യമായി തന്നെ ഓഡിറ്റ് നടത്തിയിരുന്നില്ല. 1943 ഏപ്രിൽ 28 പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് മാത്രമാണ് ഫോർട്ട് നോക്സ് സന്ദർശിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ്. ഫോർട്ട് നോക്സ് എന്നതിന്റെ ആദ്യ പേര് ക്യാമ്പിനോക്സ് എന്നായിരുന്നു. 1,09,000 ഏക്കർ വിസ്തൃതിയുണ്ട് ഈ ഫോർട്ട് നോക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്. 1918 ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ സൈന്യത്തിന് പീരങ്കി പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പിനോക്സ് ആദ്യമായി സ്ഥാപിക്കുന്നത്. പിന്നീടാണ് പേര് മാറ്റി ഫോർട്ട് നോക്സ് എന്നാക്കിയത്. തുടർന്ന് അമേരിക്കൻ ഗവൺമെന്റ് വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഫോർട്ട് നോക്സിനെ സുരക്ഷിതമായ ഒരു സ്ഥലമാക്കി മാറ്റി. അതിനുശേഷം 1937 അമേരിക്കയിലെ സ്വർണ്ണശേഖരത്തിന്റെ പകുതിയിലേറെ ഭാഗവും ഫോർട്ട് നോക്സിലേക്ക് മാറ്റിയത്. ഇത് പൂർണ്ണമായും അമേരിക്കയിലെ സ്വർണ്ണശേഖരം കൈകാര്യം ചെയ്യുന്ന US മിന്റ് എന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. അന്ന് അവിടെ കരുതിയ സ്വർണം പൂർണ്ണമായും അവിടെ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് അമേരിക്കൻ സർക്കാർ. എന്നാൽ ഈ പറഞ്ഞ അത്രയും സ്വർണം അവിടെ ഇല്ല എങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് കാര്യമായി ബാധിക്കുകയും ആഗോളതലത്തിൽ സ്വർണത്തിന്റെ വിലക്കയറ്റം ഉണ്ടാകുമെന്ന് ാണ് വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഡോളറിന്റെ മൂല്യം കുറയും. മാത്രമല്ല സ്വർണത്തിൽ കുറവ് സംഭവിച്ചാൽ അത് അമേരിക്കൻ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത കുറയ്ക്കുകയും ചെയ്യും. രാജ്യങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ഒന്നാം സ്ഥാനത്താണ് അമേരിക്കയുള്ളത്. US-ൽ ആകെയുള്ളത് 8133 ടൺ സ്വർണമാണ്. 2452 ടൺ സ്വർണവുമായി ഇറ്റലിയും 2437 ടൺ സ്വർണവുമായി ഫ്രാൻസും, കൂടാതെ 2336 ടൺ സ്വർണവുമായി റഷ്യയും, ഒപ്പം തന്നെ 2280 ടൺ സ്വർണവുമായി ചൈനയും കൂടെയുണ്ട്. 846 ടൺ സ്വർണവുമായി 9ാം സ്ഥാനത്ത് ജപ്പാനും, 615 ടൺ സ്വർണവുമായി തുർക്കിയും 10ാം സ്ഥാനത്ത് തന്നെയുണ്ട്. ഇതിൽ 8ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ കരുതൽ ശേഖരം 876 ടൺ സ്വർണത്തിൽ 413.8 ടൺ സ്വർണം ഇന്ത്യ സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയിലും
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുമാണ്. 1991 കൂടി UK-യിൽ നിന്നും 100 ടൺ സ്വർണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കും മാറ്റുകയുണ്ടായി. ഇപ്പോൾ US-ലെ ഫോർനോക്സിലെ മൊത്തം സ്വർണത്തിന്റെ കണക്കെടുക്കാൻ തയ്യാറാകുന്നതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും എലോൺ മസ്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രവചനാതീതമാണ്.